ഇന്നിനി എന്താണെന്നല്ലേ ഒരു നാടൻ ചൂരക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയും സാധനങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് വാളംപൊടിയും വേണേ. ഇത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നതാണേ. കറിവേപ്പില, തക്കാളി, ഉപ്പ്, മല്ലിപ്പൊടി ചൂടാക്കിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 പച്ചമുളകും ചെറിയ കഷ്ണം ഉള്ളിയും, കുറച്ച് 2 വെളുത്തുള്ളി, പിന്നെ കുഞ്ഞു കഷ്ണം ഇഞ്ചിയും, പിന്നെ ചൂരമീനും തേങ്ങ ചിരവിയതുമാണേ. എന്നിട്ട് ഈ വലുപ്പത്തിലാണ് നമുക്ക് പുളി വേണ്ടത്, ഇത്രയും വലുപ്പത്തിൽ. എന്നിട്ട് അരപ്പ് തയ്യാറാക്കിയത്. അപ്പോൾ അരപ്പിൽ ഞാൻ ചൂടാക്കിയ മല്ലിപ്പൊടിയും പിന്നെ ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചട്ടി നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചൂടാക്കി വെച്ച മല്ലിപ്പൊടിയില്ലേ അത് തന്നെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേറെ ഉണ്ടെങ്കിൽ അത് ചൂടാക്കി എടുത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ആക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി, ആ ചൂടാക്കി ഒരു പരിവായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് സെറ്റാക്കി. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ നോക്കണേ, പാകം നോക്കി വേണം ചെയ്യാൻ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തു. എന്നിട്ട് അത് ചാറ് നമ്മൾ ആവശ്യത്തിനുള്ള ചാറാക്കി മാറ്റി. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ചൂര കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് അത്യാവശ്യം അധികം തിളയൊന്നും വേണ്ട, വേഗം ആകുന്ന മീനാണ്. എന്നിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ ചട്ടിയിലെ തിളയിൽ ഒന്നുകൂടി അത് വേവുമല്ലോ. ഇത് ശരിക്കും ഒരു നാടൻ കറിയാണ്, നല്ല ടേസ്റ്റാണ്. കപ്പപ്പുഴുക്കിൻ്റെ കൂടെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ദോശേൻ്റെ കൂടെയൊക്കെ കൂട്ടാം. ചോറിനും ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി സാധനം, ഒന്ന് ട്രൈ ചെയ്യണേ.